വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് വിടുതലിനും ആശ്വാസത്തിനും കാരണമാകത്തക്ക നിലയിൽ സ്വർഗം തൊടുന്ന, ജീവിതത്തെ ധന്യമാക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായി തീരുവാൻ, സമയമായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി തൊടുന്നൊരു ദൂത് 57 സങ്കീർത്തനം 2 വാക്യം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. വളരെ പരിചയമുള്ള ആ സങ്കീർത്തനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിലേക്ക് പകരുന്ന ദൈവത്തിൻ്റെ ശബ്ദം. ദാവീദ് തൻ്റെ ദർശനവും തൻ്റെ കാഴ്ചപ്പാടും തൻ്റെ ജീവിത അനുഭവം ഇവിടെ വ്യക്തമാക്കുക. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന എൻ്റെ ദൈവം, എനിക്ക് വേണ്ടി സകലവും ചെയ്തു തരുന്ന എൻ്റെ ദൈവം. ദാവീദിൻ്റെ ജീവിതത്തിൽ പരിചയക്കാരുണ്ട്, സ്നേഹിതരുണ്ട്, ചുറ്റുപാട് അയൽക്കാരുണ്ട്, തൻ്റെ സഹോദരങ്ങളുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി ആരൊക്കെയോ ചെയ്യുന്നതും ഇവരുടെയൊക്കെ ജീവിതത്തിലും സകല കാര്യങ്ങളുടെയൊക്കെ നീക്കുപോക്കളും ക്രമീകരണങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. എന്ന ഭക്തനായ ദാവീദിൻ്റെ സമ്പൂർണമായ വിശ്വാസത്തിൻ്റെ ആഴം ഇതാ: എനിക്ക് വേണ്ടി ചെയ്തു തരുന്നത് എൻ്റെ ദൈവമാണ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എൻ്റെ കർത്താവാണ്. എൻ്റെ ചെറിയ കാര്യങ്ങൾക്ക് മാത്രമല്ല, എൻ്റെ വലിയ കാര്യങ്ങൾക്ക് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകൾ, എനിക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ എൻ്റെ സകല കാര്യാദികളുടെ മേലും ദൈവമാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ദാവീദിൻ്റെ ജീവിതം ഭാഗ്യാവസ്ഥയല്ലേ? ജീവിതത്തിൻ്റെ തലങ്ങളിൽ ആകുലപ്പെടാനുണ്ടോ, വിചാരപ്പെടാനുണ്ടോ? ലവലേശമില്ല. കാരണം എല്ലാം ദൈവ പദ്ധതിയിലൂടെയാണ്. ദൈവത്തിൻ്റെ ഹിതത്തിനും ദൈവത്തിൻ്റെ പദ്ധതിയും ജീവിതത്തിൻ്റെ കൂടാരങ്ങളിൽ ദൈവം തന്നെ ചെയ്തു കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. നമ്മുടെ ജീവിത അനുഭവം ഇതാണോ? നമ്മുടെ ജീവിത സാഹചര്യം ഇതാണോ? നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ഇതാണോ? എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നത് എൻ്റെ ദൈവമാണ്, എനിക്ക് വേണ്ടി സകലവും നിവൃത്തിയാക്കി തരുന്നത് എൻ്റെ ദൈവമാണ്, എനിക്ക് വേണ്ടി സകലവും പ്രവർത്തിച്ചു തരുന്നത് എൻ്റെ ദൈവമാണ്. ആ ഒരു ദർശനത്തിൽ ജീവിതം കഴിക്കുന്ന ദൈവമക്കളുടെ ഹൃദയങ്ങളിലും വിചാരങ്ങളിലും വലിയ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ കിടക്കും. കാരണം ജീവിതത്തെക്കുറിച്ചുള്ള വിചാരങ്ങളില്ല, ദൈവമാണ് ചെയ്തു തരുന്ന. ഏതാവശ്യം വന്നാലും ദൈവമാണ് ചെയ്തു തരുന്നത്. അതുകൊണ്ട് ദാവീദ് പറയുന്നു, ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക. ഞാനൊരു കാര്യം അങ്ങ് ചെയ്താൽ മതി, ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, ഈ ദിവസങ്ങളിൽ ഈ അപേക്ഷ, കർത്താവിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഈ പ്രാർത്ഥന നിശ്ചയവാ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കരം കാണാൻ പോവുക. പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഈ ദൂത് ഭൂമിയിലുള്ള സകല ജനത്തിനോടുമുള്ള ദൈവശബ്ദമാണോ? ഭൂമിയിലുള്ള സകല മനുഷ്യർക്കുള്ള വാഗ്ദാനങ്ങളാണോ? അല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ളവർക്ക്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ കാത്തിരിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയാ സകലവും ചെയ്തു തരുന്ന എൻ്റെ ദൈവം. അതുകൊണ്ട് ഭക്തൻ 1 വാക്യത്തിൽ പറയുന്നുണ്ട്, അത് ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കും. ചിലത് നീങ്ങിപ്പോകും, ചിലത് മാറിപ്പോകുമെന്ന് ദാവീദിന് വലിയ പ്രത്യാശയാണ്, വലിയൊരു വിശ്വാസമുണ്ട്. ആപത്ത് ദാവീദിനെ ദൃഷ്ടി വെച്ച് തകർക്കാൻ നിൽക്കുക, നശിപ്പിക്കാൻ നിൽക്കുക. പക്ഷേ ദാവീദ് പറയുന്നത് ആപത്തൊഴിഞ്ഞു പോകുമെന്ന്, അത് മാറിപ്പോകും. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന്
ദൂത് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രതിബന്ധം, ഈ കഷ്ടതയും തകർക്കുവാൻ നിൽക്കുന്നതായിരിക്കാം, ദൃഷ്ടി വെച്ച് നിൽക്കുന്നതായിരിക്കാം. പക്ഷേ അത് മാറിപ്പോകും, അത് നീങ്ങിപ്പോകും. പ്രത്യാശ വർദ്ധിക്കട്ടെ. കാരണം എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന എൻ്റെ ദൈവം നീക്കേണ്ടത് നീക്കുകയും ചേർത്ത് തരേണ്ടത് ചേർത്ത് തരികയും കരുതുന്ന ദൈവത്തിൻ്റെ പദ്ധതികളും എൻ്റെ ജീവിതത്തിൽ സകലവും എൻ്റെ ദൈവമാണ്. എൻ്റെ ജീവിതത്തിൽ സകലവും എൻ്റെ ദൈവമാണ്. ആ ഒരു ഭാഗ്യാവസ്ഥയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജീവിച്ച ദൈവത്തിൻ്റെ വൈതലേ പരാജയപ്പെടത്തില്ല, തളരത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല. വാഗ്ദത്തങ്ങൾ നടപടിയായി തന്നെ ദൈവം നിവൃത്തിയാക്കും. വചനമാഴമായി ഏറ്റെടുക്കട്ടെ. കർത്താവ് സഹായിക്കാൻ പോവാ. എനിക്ക് വേണ്ടി സകലവും എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് ചെയ്തു തരും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാന ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം. സകലവും നിർവഹിക്കുന്ന കർത്താവേ, വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി നിവൃത്തിയാക്കി കൊടുക്കുന്ന വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുന്ന ദൈവമക്കളുടെ ഗൂഢാരത്തിൽ സംഭവിക്കട്ടെ. ഈ വചനം വിടുതലും ചൈതന്യമായി മാറട്ടെ. ഇപ്പോൾ കർത്താവെ പ്രാർത്ഥിക്കുക, ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹത്തിൻ്റെ കരം നീട്ടണം, വിടുതലിൻ്റെ ശക്തി വ്യാപരിക്കണം, അസാധാരണമായ ദൈവപ്രവർത്തികൾ നടക്കണം. നസറായ യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ. കർത്താവ് തൊടണം, സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.